അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 31/5/2024 തൂലുൽ ഉംരി നിഅമ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക അത് വലിയ അനുഗ്രഹമാണ്. നീണ്ടകാലം നന്മ ചെയ്യാൻ ഒരാൾക്ക് അവസരം ലഭിക്കുകയാണ് അതിലൂടെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം അവൻ്റെ ആയുസ്സാണ്. റഹ്മാനായ തമ്പുരാൻ നൽകുന്ന വലിയ ഔദാര്യമാണത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയുസ്സിനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നന്മയിൽ ചിലവഴിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ആയുസ്സിന് ഉംറ് എന്നാണ് അറബിയിൽ പ്രയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തെ പരിപാലിക്കുക, ആ ശരീരം കൊണ്ട് ഭൂമിയിൽ നന്മ ചെയ്യുക. അള്ളാഹു പറയുന്നു, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഭൂമിയുടെ പരിപാലകരായി നിങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ദീർഘായുസ് ആഗ്രഹിക്കൽ അത് ഓരോ മനുഷ്യൻ്റെയും പ്രകൃതിപരമായ ആഗ്രഹമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, ഇന്ന മിനസ് സഅദത്തി അൻ യുതീല ഉംറുൽ അബ്ദി. ഒരു മനുഷ്യൻ വിജയിയാകുക എന്നതിൽപ്പെട്ടതാണ് അയാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത്. അവിടെ നിന്ന് പറയുകയാണ്, ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ വയസ്സ് നന്മയാണ്. നാം ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ദീർഘായുസ്സിനെ നോക്കിക്കാണുന്നത്? അത് നമുക്ക് നന്മകൾക്ക് കാരണമാകുമെന്ന് നമ്മളോട് പറയുകയാണ്. നമ്മുടെ വിജയ സാക്ഷാത്കാരം അതുകൊണ്ടിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. തിരുനബിയുടെ അടുക്കൽ വന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ മാതാവ് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ ഏറ്റവും അടുത്ത സ്വഹാബി വര്യനാണ്. ആ ഉമ്മ പറഞ്ഞപ്പോൾ ആ ദുആയിൽ നബി തങ്ങൾ ദീർഘായുസ് കൂടി ഉൾക്കൊള്ളിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വഅത്തിൽ ഹയാതഹു വഗ്ഫിർ ല. അല്ലാഹുവേ, അനസിന് നീ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, ദീർഘായുസ് നൽകണമേ, നീ പുറത്തു കൊടുക്കണമേ. ഒരു മുഅ്മിൻ അവൻ്റെ ആയുസ് അള്ളാഹുവിൻ്റെ വഴിപ്പാടിലായിക്കൊണ്ട് ചിലവഴിക്കണം. അവൻ എപ്പോഴും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അവന് രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയണം. മറ്റുള്ളവർക്ക് അവൻ എപ്പോഴും ഒരു കൈത്താങ്ങാകണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബിയോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ. തിരുദൂതരെ, ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ഒരാൾ ദീർഘകാലം ജീവിച്ചു, അതോടൊപ്പം തന്നെ അയാൾ നല്ലതുകൾ പ്രവർത്തിക്കുകയും ചെയ്തു, അയാളാണ് ഏറ്റവും നല്ല വ്യക്തി. വയസ്സ് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വയസ്സ് ആരോഗ്യകരമായിരിക്കണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും അവിടുന്ന് നടത്താറുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ മത്തിഅ്നാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബാഹ്യേന്ദ്ര ഇന്ദ്രിയങ്ങളായ കാഴ്ചകൾ കൊണ്ടും കേൾവി കൊണ്ടും ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടിട്ടുമൊക്കെ ഞങ്ങൾക്ക് നീ നന്മ ചെയ്യാൻ അവസരം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ വരുന്ന തലമുറക്ക് നീ അനന്തരം ആക്കുകയും ചെയ്യണമേ എന്ന് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണമേ, ഞങ്ങളുടെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദീർഘായുസ് ലഭിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ കരുതലുകളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ലഭിതങ്ങൾ റബ്ബിനോട് പ്രത്യേകം ആഫിയത്തിന് ചോദിക്കുകയാണ്. നമ്മളോട് പറഞ്ഞു, അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ആഫിയത്തും ചോദിക്കുക, ആരോഗ്യവും ചോദിക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യം അത് സംരക്ഷിക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു തആല ആരോഗ്യത്തെപ്പറ്റി നമ്മളോട് നാളെ ചോദ്യം ചെയ്യുമെന്ന് ഹദീസിലുണ്ട്.
യുഖാലു ലഹു അലം നുസ്ഹിഹ ലക ജിസ്മക്. അവനോട് അല്ലാഹു തആല ചോദിക്കപ്പെടും, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ? ആരോഗ്യത്തിൻ്റെ വില എത്രയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന എല്ലാ ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആരോഗ്യത്തിന് ക്ഷീണം വരുത്തുന്ന വിധത്തിലുള്ള ഭക്ഷണശീലങ്ങളൊക്കെ നാം മാറ്റണം. പ്രായം കൂടുമ്പോൾ നമ്മുടെ അന്നപാനീയങ്ങളിലൊക്കെ നാം മിതത്വം പാലിക്കണം. നടത്തം പോലത്തെ ചെറിയ എക്സസൈസുകൾ നമ്മൾ പതിവാക്കണം. നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം എന്ന ഓർമ്മയുണ്ടായി ആവശ്യമായ ചെക്കപ്പുകളും ചികിത്സകളുമൊക്കെ നാം വേണ്ടുന്ന സമയങ്ങളിൽ നടത്തണം. പ്രായാധിക്യത്തിൽ വരുന്ന രോഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാകണം. അതൊക്കെ രോഗങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ നാം ചികിത്സകൾ നടത്തി ചെക്കപ്പുകൾ നടത്തി കണ്ടെത്തി വേണ്ടുന്ന പരിഹാരങ്ങൾ നാം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, വാർദ്ധക്യ സഹജമാകുമ്പോൾ നമ്മുടെ മറ്റുള്ളവരോടുള്ള ബന്ധം അത് ഏറെ നാം മെച്ചപ്പെടുത്തണം. നമ്മുടെ മക്കളോടും പേരമക്കളോടുമൊക്കെ ഉള്ള സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം തരുന്നതാണ്. ജീവിതാന്ത്യത്തിലുണ്ടാകുന്ന ടെൻഷൻ അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. നബിതങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ആ ടെൻഷൻ വെടിയാൻ റബ്ബിനോട് തന്നെ പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അവിടുത്തെ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ദുഃഖവും മുഷിപ്പും ഉണ്ടാകുന്നതിന് തൊട്ട്. വാർദ്ധക്യ സഹജമാകുമ്പോൾ നമ്മുടെ മനസ്സിനെ നാം ഫ്രീ ആക്കി വിടണം. എല്ലാവരോടുമുള്ള ഇടപഴകലുകളും ബന്ധങ്ങളുമൊക്കെ നന്നാക്കി നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന ശ്രദ്ധകൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.